നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ്. സിനിമാ മേഖലയുടെ വിഷയം തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളുടെ സംഘടനയിൽ വിവിധ സംഘടനയുടെ യോഗം ചേർന്ന് വാർത്താ സമ്മേളനം നടത്തി. അതിൽ സുരേഷ് കുമാർ കുറേ കാര്യങ്ങൾ വ്യക്തമാക്കി. ആ സുരേഷ് കുമാർ വ്യക്തമാക്കിയ കാര്യങ്ങൾ നടപ്പാകുകയില്ലയോ എന്ന് പിന്നീടാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ താരസംഘടന അമ്മയ്ക്കെതിരെയുള്ള പരാമർശത്തിന് കത്ത് നൽകിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ ഒരു തുറന്ന ഫേസ്ബുക്ക് കുറിപ്പാണ് എഴുതിയിരിക്കുന്നത്. വലിയ ദീർഘമുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരിക്കുന്നു. അദ്ദേഹത്തിനുണ്ടായ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിനുണ്ടായ പ്രശ്നങ്ങൾ, ആ പത്രസമ്മേളനത്തിൽ ഇത്തരം പരാമർശം നടത്തിയത് തെറ്റായി എന്ന നിലയിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ആന്റണി പെരുമ്പാവൂർ വലിയ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ആശീർവാദ് സിനിമാസ്. ഇതിൻ്റെ ഉടമയെന്ന നിലയിലും നിർമ്മാതാക്കളുടെ സംഘടന മെമ്പർ എന്ന നിലയിലും ആണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ ഒരു പ്രസ്താവന എന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഇപ്രകാരമാണ്: എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ മാസത്തെ മലയാള സിനിമയെ വിലയിരുത്തി മലയാള സിനിമാ വ്യവസായത്തെപ്പറ്റി മുതിർന്ന നിർമ്മാതാവും നടനുമൊക്കെയായ ശ്രീ സുരേഷ് കുമാർ മാധ്യമങ്ങളോട് നടത്തിയ തുറന്നു പറച്ചിലിനെ പറ്റി ചിലത് പറയാനുള്ളതുകൊണ്ടാണ് ഈ കുറിപ്പ്. വ്യക്തി എന്ന നിലയ്ക്ക് ജനാധിപത്യ ഇന്ത്യയിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഒരു സംഘടന പ്രതിനിധീകരിക്കുമ്പോൾ ആ സംഘടനയിലെ ഭൂരിപക്ഷം അംഗീകരിക്കുന്നത് ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ് പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടത്. അപ്പോഴേ സംഘടനയിലെ ഭൂരിപക്ഷത്തിന് ആ അഭിപ്രായത്തിനോടൊപ്പം നിൽക്കാനും പിന്തുണയ്ക്കാനും സാധിക്കൂ. സംഘടനയിൽ അഭിപ്രായ സമന്വയമില്ലാതെ കാര്യങ്ങൾ വ്യക്തിപരമായി പൊതുസമക്ഷം അവതരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ട് മാത്രം അതേ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാൻ ചിലത് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഫേസ്ബുക്ക് കുറിപ്പ് എഴുതുന്നത്. ഇതിലെ കുറച്ച് ഉള്ളടക്കങ്ങൾ മാത്രമാണ് പറയുന്നത്. കാരണം അത്രമാത്രം അദ്ദേഹം എഴുതുന്നത്. അതിൻ്റെ കുറച്ച് ഉള്ളടക്കങ്ങൾ ഞാൻ പ്രഷർ റൂമിലേക്ക് വെക്കുകയാണ്. നിർമ്മാതാക്ക സംഘടനയ്ക്ക് വേണ്ടിയാണ് സുരേഷ് കുമാർ അത് പറഞ്ഞതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവരെല്ലാവരും ഇരിക്കുമ്പോൾ തന്നെയാണ് സുരേഷ് കുമാർ ഈ കാര്യങ്ങൾ പറയുന്നത്. അത് സുരേഷ് കുമാർ അംഗീകരിക്കുന്നുണ്ട്. അതിന് സുരേഷ് കുമാറിന് പിന്തുണയുമായിട്ട് നിർമ്മാതാക്കൾ ഒന്നടക്കം അതിൻ്റെ നിർമ്മാതാക്കളുടെ സംഘടന പ്രസിഡന്റ് ആന്റോ ജോസഫ് ഉൾപ്പെടെ ഉള്ളവർ രംഗത്ത് വരേണ്ടതാണ്. അത് വരുമോ എന്നാണ് കാണേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ആന്റണി പെരുമ്പാവൂർ കുറിപ്പ് എഴുതുമ്പോൾ കുറേ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. അതിൻ്റെ ഉള്ളടക്കം മാത്രമാണ് പ്രേക്ഷക മുമ്പിലേക്ക് ഞാൻ വെക്കുന്നത്. മറ്റ് ചില സംഘടനകളിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാവണം അദ്ദേഹം എല്ലാം അടച്ചുപൂട്ടി സമരം ചെയ്യണമെന്ന് പറയാൻ തയ്യാറായെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സിനിമാ തിയേറ്ററിൽ അടച്ചിട്ട് നിർമ്മാണം നിർത്തിവെച്ച് സമരം പ്രഖ്യാപിക്കുമെന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത്. മറ്റ് സംഘടനകൾ, ഏതോ സംഘടനകളൊക്കെ പ്രഷർ ചെയ്ത് സുരേഷ് കുമാറിനെ കൊണ്ട് പറയിപ്പിച്ചതാണോ എന്ന് സംശയമാണ് ആന്റണി പെരുമ്പാവൂർ ഉന്നയിക്കുന്നത്. ഇത്തരത്തിലൊരു സമരനീക്കം സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നൂറുകണക്കിന് ആളുകളെ, അതുവഴി ആയിരക്കണക്കിന് കുടുംബങ്ങളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന ഒന്നാണിത്. സംഘടനയെ പ്രതിനിധീകരിച്ച ആരാണ് ഇതൊക്കെ പറയാൻ അദ്ദേഹത്തിന് ചുമതലപ്പെടുത്തി എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നു. സുരേഷ് കുമാറിന് ഇത് പറയാനുള്ള ആരാണ് ചുമതലപ്പെടുത്തി എന്നൊരു ചോദ്യം ആന്റണി പെരുമ്പാവൂർ ഉന്നയിക്കുന്നുണ്ട്. ആന്റോ ജോസഫ് പ്രസിഡന്റായിരിക്കെ സുരേഷ് കുമാർ ഇങ്ങനെ സഹജീവികൾക്കെതിരെയും സ്വന്തം വ്യവസായത്തിനെതിരെയുമുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നതുകൊണ്ട് എങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല. അവരൊന്നും ഇതേപ്പറ്റി യാതൊന്നും പറഞ്ഞതായി കേട്ടിട്ടുമില്ല. പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇതിനുശേഷം പല വിവാദങ്ങൾ, പല പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഇതേക്കുറിച്ച് ആരും, ഈ സംഘടനയുടെ മറ്റ് ഭാരവാഹികളാരും ഒന്നും പ്രതികരിക്കാത്ത സംശയത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഇതൊക്കെ സംഘടനയുടെ തീരുമാനങ്ങളാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ദീർഘകാലം അംഗമായ ഞാനടക്കമുള്ളവർ അത്തരം നിർണായകമായ തീരുമാനങ്ങളെപ്പറ്റി അറിയേണ്ടതാണ്. കാലാകാലങ്ങളിൽ പിന്തുടരുന്ന സംഘടനാ തല കീഴ്വഴക്കമാണിത്. ഒരു നടൻ ഒരു സിനിമ നിർമ്മിച്ചാൽ ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്നൊക്കെ സുരേഷ് കുമാർ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് വിശ്വസിക്കാനുമാവില്ല. ഇത് സുരേഷ് കുമാർ അവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായ ഉള്ളടക്കത്തിന്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ കൂടുതൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളടക്കമാണ് പറയുന്നത്. നിർമ്മാതാക്കളുടെ അസോസിയേഷൻ്റെ പിന്തുണയോട് കൂടിയാണ് സുരേഷ് കുമാർ പറഞ്ഞതെന്നൊരു ചോദ്യം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിർമ്മാതാക്കൾ മാറ്റി നിർത്തിക്കൊണ്ട് നടന്മാർ സിനിമ നിർമ്മിക്കുന്നു, ഈ സിനിമ തിയേറ്ററിൽ ഓടിക്കില്ല, ഈ പ്രദർശിപ്പിക്കില്ല എന്ന് സുരേഷ് കുമാർ പറയുന്നു. അതിന് പിന്തുണയായിട്ട് തിയേറ്റർ ഉടമയുടെ അസോസിയേഷൻ രംഗത്ത് വന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത്.
നേരത്തെ അമ്മ സംഘടന ലെറ്റർ കൊടുത്ത കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അമ്മ സംഘടന 25ഓളം പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. അവർ സിനിമ പിടിക്കാൻ തുടങ്ങുന്ന കാര്യത്തിൽ എതിർക്കാൻ ആർക്കും കഴിയില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷെ താരങ്ങളുടെ ശമ്പളം, അമിത ശമ്പളം എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നിർമ്മാതാക്കൾ മുന്നോട്ട് വെക്കുന്ന കാര്യം ഓക്കെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. താരങ്ങൾ അമിത ശമ്പളം വാങ്ങും തോറും നിർമ്മാതാക്കൾ വലിയ പ്രതിസന്ധിയിലാവുന്നു എന്ന കാര്യത്തിൽ അക്കമിട്ടെന്ന് പറയാം. പക്ഷെ താരങ്ങൾ അമിത പ്രതിഫലം വാങ്ങുമ്പോൾ ആ താരത്തിനെ ഒഴിവാക്കി നിർമ്മാതാക്കൾക്ക് വേറെ സിനിമ പിടിക്കാമെന്നുള്ള കാര്യവും നിർമ്മാതാക്കൾ ആലോചിക്കേണ്ട കാര്യമാണ്. എന്നെ വെച്ച് സിനിമ എടുക്കണമെങ്കിൽ എനിക്ക് ഇത്ര തുകയാണെന്ന് പറഞ്ഞാൽ ആ നടനെ വെച്ച് തന്നെ സിനിമ എടുക്കണമെന്നില്ലല്ലോ. മറ്റു എത്രയോ നടന്മാരുണ്ട്, അവർ വെച്ച് സിനിമ എടുക്കണം. അല്ലാതെ ഒരു താരത്തിന്റെ ശമ്പളം കുറയ്ക്കുന്നതുമായിട്ട് വാശി പിടിക്കുമ്പോൾ അത്തരമൊരു തീരുമാനവും നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നുണ്ടാകണം. ഇത് കൂടാതെ ആന്റണി പെരുമ്പാവൂരിന് ഏറ്റവും വിഷമമുണ്ടായ സംഭവം, എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് സുരേഷ് കുമാർ ഒരു പരാമർശം നടത്തിയിരുന്നു. എമ്പുരാൻ സിനിമയുടെ കോസ്റ്റ് 141 കോടിയോളം വന്നിട്ടുണ്ട്, ഇതെങ്ങനെ മുതലാകും എന്ന കാര്യത്തിൽ ഒരു പരാമർശം നടത്തി. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂർ സംഘടനയുമായിട്ട് സംസാരിച്ചിരുന്നു. സംഘടന ആന്റണി പെരുമ്പാവൂരുമായിട്ട് സംസാരിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ സംസാരിച്ചിട്ട് ഇതിനൊരു തീർപ്പുണ്ടാക്കും എന്ന് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ കരുതിയത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു സംഘടനയിൽ നിന്നും ഒരു തീരുമാനം ഉണ്ടാകാതെ വന്നപ്പോഴാണ് ആന്റണി പെരുമ്പാവൂർ ഈ കുറിപ്പെഴുതാൻ ഇദ്ദേഹം തയ്യാറായതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതനുസരിച്ചാണ് ഇദ്ദേഹം കുറിപ്പെഴുതുക. എമ്പുരാനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ആശീർവാദ് സിനിമാസിന്റെ എമ്പുരാൻ എന്ന സിനിമയുടെ ബജറ്റിനെ കുറിച്ച് പൊതുസമക്ഷം അദ്ദേഹം സംസാരിച്ചതിൻ്റെ ഔചിത്യബോധം എന്തെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാവാത്ത ഒരു സിനിമയുടെ ചെലവിനെക്കുറിച്ച് പൊതുവേദിയിൽ പരസ്യ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് എന്തിനെന്നാണ് ആന്റണി പെരുമ്പാവൂർ ചോദിക്കുന്നത്. എൻ്റെ സിനിമകളുടെ ബജറ്റിനെ പറ്റിയോ കളക്ഷനെ പറ്റിയോ ഒരിക്കലും ഞാൻ പരസ്യമായി സംസാരിച്ചിട്ടില്ല. താൻ നിർമ്മിക്കുന്ന സിനിമയുടെ, ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമയുടെ ബജറ്റിനെ കുറിച്ചോ കളക്ഷനെ കുറിച്ചോ ആരോടും ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് ആന്റണി പെരുമ്പാവൂർ പറയുന്നു. പിന്നെ എങ്ങനെയാണ് സുരേഷ് കുമാറിന് ഈ കാര്യങ്ങൾ പറയാൻ കഴിയുന്നത്? സുരേഷ് കുമാർ അന്ന് പറഞ്ഞത് ആന്റണി പെരുമ്പാവൂരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാണ് സുരേഷ് കുമാർ പറഞ്ഞത്. അതാണ് ഇദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സുരേഷ് കുമാർ പറഞ്ഞത് ജനുവരി മാസം ഇറങ്ങിയ സിനിമയുടെ കണക്കുകൾ പറഞ്ഞു. അതിൽ സിനിമയുടെ കളക്ഷൻ പറഞ്ഞു, സിനിമയുടെ മുടക്കുമുതൽ പറഞ്ഞു, പല സിനിമകളിൽ വിജയിക്കാതെ പോയ കണക്കുകൾ പറഞ്ഞു. അത് നേരത്തെ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. ചില താരങ്ങൾക്ക് അത് വലിയ വിഷമമുണ്ടായ കാര്യമുണ്ട്. അതിനെക്കുറിച്ചും ആന്റണി പെരുമ്പാവൂർ എഴുതുന്നുണ്ട്. ജനുവരിയിലെ കണക്കുകൾ മാത്രം വെച്ചുകൊണ്ട് സുരേഷ് കുമാർ സ്വന്തം ഭാഷ സിനിമകളെപ്പറ്റി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് ഒരിക്കലും ശരിയായിട്ടില്ല എന്ന് ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സത്യം തിരിച്ചറിയാനും തിരുത്തി പറയാനുമുള്ള ആർജവം, ഉത്തരവാദിത്വവും പക്വതയും അദ്ദേഹത്തെ പോലെ ഒരാൾ കാണിക്കേണ്ടതുണ്ട്. സംഘടനയിലെ പുറത്തും തെറ്റുകൾ ആർക്കും സംഭവിക്കാവുന്നതാണ്. എന്നാൽ ആ തെറ്റുകൾ തിരുത്തിക്കാനുള്ള ജനാധിപത്യ ഉത്തരവാദിത്വം സംഘടനാ ഭാരവാഹികൾക്കുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ വർഷം ലോക സാമ്പത്തിക മാധ്യമങ്ങൾ വരെ ആഘോഷിച്ചതാണ് മലയാള സിനിമ നേടിയ വിജയത്തിന്റെ കണക്കുകൾ. മികച്ച ഉള്ളടക്കത്തിന്റെ പേരിൽ അന്യഭാഷാ സിനിമാക്കാരും പ്രേക്ഷകരും വരെ നമ്മുടെ സിനിമയെ ഉറ്റുനോക്കുകയും നമ്മുടെ തിയേറ്ററുകളിലെല്ലാം പരീക്ഷാകാലത്തും വ്രതകാലത്തുമൊക്കെ നിറഞ്ഞു കവിഞ്ഞതും കഴിഞ്ഞ വർഷം നാം നേരിട്ടറിഞ്ഞതാണ്. ഇത്തരം കാര്യങ്ങളും ഇദ്ദേഹം പറയുന്നുണ്ട്. സിനിമാ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ആന്റണി പെരുമ്പാവൂർ ഓർമ്മപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ 100 കോടി, അത് 100 കോടി എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് സുരേഷ് കുമാർ അവിടെ പറയുകയുണ്ടായി. അതിൽ കാര്യങ്ങൾ തിരിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. 100 കോടി എന്നൊരു നിർമ്മാതാവിന് കിട്ടുന്ന എമൗണ്ട് ഇത്രയാണ്, സിനിമ ക്രോസ് ഇത്രയുമാണ്, നിർമ്മാതാവിന് കിട്ടുന്ന പൈസ ഇത്രയാണ്. 100 കോടി ഇന്ന് വരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുമ്പോൾ അതിനെതിരെയും ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട്. സിനിമ 50 കോടി, 100 കോടി, 200 കോടി, 500 കോടി ക്ലബ്ബുകൾ കയറുക എന്നത് ഇന്ത്യയിൽ എവിടെയുമുള്ള ഫിലിം ഇൻഡസ്ട്രികളിൽ നിലവിലെ രീതി അനുസരിച്ച് മൊത്തം കളക്ഷൻ അഥവാ ഗ്രോസ് കളക്ഷൻ അടിസ്ഥാനമാക്കിയാണ്. തിയേറ്ററിൽ നിന്നും മൊത്തം വരുന്ന കളക്ഷനും ആ സിനിമയ്ക്ക് വിവിധ രീതികളിൽ നിന്നും വന്നു ചേരുന്ന മറ്റു വരുമാനങ്ങളും കൂടി ചേരുന്നതാണ്. ഇത്തരം കണക്കുകൾ കൃത്യമായി പറയുന്നുണ്ട്. അപ്പം ഈ 100 കോടി എന്ന് പറയുന്ന കണക്കുകൾ എങ്ങനെയാണ് എന്ന കാര്യവും ആന്റണി പെരുമ്പാവൂർ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിർമ്മാതാവിന്റെ സംഘടനയിലെ തലപ്പത്തിരിക്കുന്ന ആന്റോ ജോസഫ് അറിഞ്ഞാണോ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് അദ്ദേഹം ചോദ്യം ഉയർത്തുന്നുണ്ട്. ആന്റോ ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയുന്നുണ്ടോ? ആന്റോ ജോസഫാണ് നിർമ്മാതാക്കളുടെ സംഘടന പ്രസിഡന്റ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അപ്പോൾ ആന്റോ ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഇതിന് കൃത്യമായ മറുപടി വേണമെന്ന നിലയിലേക്കാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ്. എന്തായാലും ഫേസ്ബുക്ക് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ഫേസ്ബുക്ക് കുറിപ്പ് പൂർണ്ണ രൂപം വായിച്ചു കഴിഞ്ഞാൽ അറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അറിയാം. നമുക്കറിയാം നിർമ്മാതാക്കളുടെ സംഘടനയും ആന്റണി പെരുമ്പാവൂരുമായി വലിയ സൗഹൃദത്തിൽ പോകുന്ന ആള് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും പ്രയാസപ്പെട്ട കാര്യം എമ്പുരാൻ സിനിമയുടെ ബജറ്റുമായി ബന്ധപ്പെട്ട
ഒരു പ്രസ്താവന വന്നപ്പോൾ അത് തിരുത്തണമെന്ന് ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് തിരുത്താത്തത് കൊണ്ട് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ ഇത്തരം ഒരു കാര്യവുമായി രംഗത്ത് വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അന്നുണ്ടായ എല്ലാ സംഭവങ്ങളും അക്കമിട്ട് നിരത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയ്ക്ക് ഇവിടെ വേദിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. താരസംഘടന കത്ത് നൽകിയിരിക്കുന്നു, അതിന് മറുപടി നിർമ്മാതാക്കളുടെ സംഘടന നൽകണം. അതോടൊപ്പം തന്നെ ഇപ്പം ഫേസ്ബുക്കിൽ ആന്റണി പെരുമ്പാവൂർ കുറിപ്പിട്ടിരിക്കുന്നു, ഇതിന് മറുപടി നിർമ്മാതാക്കളുടെ സംഘടന നൽകണം. നിർമ്മാതാക്കളുടെ സംഘടനയുടെ അംഗം കൂടിയാണ് ആന്റണി പെരുമ്പാവൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. മോഹൻലാൽ ഉൾപ്പെടെ ഉള്ളവർക്ക് ഈ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി അറിയാൻ കഴിയേണ്ടതാണ്. മമ്മൂട്ടി അടക്കമുള്ളവർക്ക് ഇത് അറിയേണ്ട സാഹചര്യം. കാരണം മമ്മൂട്ടി കമ്പനിയുണ്ട്, മോഹൻലാലിന്റെ കമ്പനിയുണ്ട്, അങ്ങനെ നിരവധി ആളുകളുടെ കമ്പനിയുണ്ട്. അപ്പോൾ ആ നടന്മാർ നിർമ്മിക്കുന്ന സിനിമകൾ തിയേറ്ററിൽ പ്രദർശിപ്പിക്കില്ല എന്ന് പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങളെല്ലാം നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഇതിന് മറുപടി ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.